വാ. അപ്പൊ നമ്മുടെ ആഗ്രഹമായിരിക്കും അല്ലെ നമ്മുടെ പേരൻസിനെ UK വിസിറ്റ് എടുത്ത് കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ നമ്മുടെ കേസിൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പേരൻസ് ഒന്നും അല്ല കേട്ടോ, എന്റെ ഹസ്ബൻഡിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. ഇവര് സ്കൂൾ മുതൽ ഒന്നിച്ച് പഠിച്ച് അതിനുശേഷം കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് UAE പോയി ഒന്നിച്ച് വർക്ക് ചെയ്ത് അതിനുശേഷം ഇപ്പൊ നമ്മുടെ കൂടെ UK എത്തിയിരിക്കുകയാണ്, വിസിറ്റിന് വന്നിരിക്കുകയാണ്. അപ്പോ അനീഷേട്ടാ, വെൽക്കം ടു AJ ഫാം. താങ്ക് യു. ഓക്കെ, അപ്പൊ അനീഷേട്ടനെ പറ്റിയിട്ട് ഞാൻ ചോദിക്കാം. അനീഷേട്ടന് എന്താണ് പ്രൊഫഷൻ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എങ്ങനെയാണ് UK വിസ അപ്രൂവ് ആയെന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? പറയാം. എൻ്റെ പേര് അനീഷ്, അറിയാം. 15 വർഷമായിട്ട് UAE ഓക്കെ. പ്രൊഫഷൻ ബൈ പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് എന്നാണ് അതിന് പറയുന്നത്. അതെന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താ ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ്? മീൻസ് നമുക്ക് UAE A to Z വിസ മീൻസ് അറിയാലോ, ഗവൺമെന്റിലേക്കുള്ള പേപ്പർ വർക്കുകളാണ്. അപ്പം ടോട്ടലായിട്ടുള്ള സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരാള് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി UAE എത്തിപ്പെടാൻ വേണ്ടുന്ന വിസ പരമായിട്ടുള്ള എല്ലാ വിധമായ പ്രോസസ്സിംഗും ചെയ്യുന്നതാണ് ടൈപ്പിംഗ് സെന്റർ മീൻസ് ഈ ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാ? ഞങ്ങൾ ഇവിടെ പ്രോപ്പർ പറയുകയാണെങ്കിൽ ഷാർജ റോളയിലാണ്. 2009 മുതൽ ഉണ്ട്. പിന്നെ ഇപ്പം ഞാനിപ്പോ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ UK വിസയിൽ എന്തൊക്കെയാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ വിസ നമുക്ക് അപ്രൂവ് ആയി കിട്ടാൻ എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക? അനിഷേട്ടൻ ഓൺ ആയിട്ടാണോ സബ്മിറ്റ് ചെയ്തത് ഇതൊക്കെ? അതെ അതെ, നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ടും പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്റേതായാലും കസ്റ്റമേഴ്സിന്റെ ആയാലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അതെ. UAE അല്ലാതെ വേറെ കൺട്രീസിന്റെ ഒക്കെ വിസ ചെയ്യുന്നുണ്ടോ? അതെ. ഓക്കെ. ഇപ്പം UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതർ യൂറോപ്യൻ കൺട്രീസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ കൺട്രീസും ഞാൻ ചെയ്യുന്നുണ്ട്. അൽബാനിയ റീസെന്റ് ചെയ്തതാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് സ്ഥലങ്ങൾ ഈ കൺട്രിയുടെ ഞാൻ പറയാൻ കാര്യം. അപ്പോ ഇതിനകത്ത് നമ്മുടെ UK വിസ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അനീഷേട്ടൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്തത്, അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? UK വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 പേരുടെ ഒരുമിച്ചാണ് ചെയ്തത്. എന്റെ ഫാമിലി ഫുൾ ആയിട്ടാണ് ചെയ്തത്. അപ്പം വെച്ച ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയറുടെ NOC, പിന്നെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് കാണിക്കുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പിന്നെ നമുക്കുള്ള ഒരു ഇൻകം വരുന്നുണ്ടോ എന്നുള്ള എന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാലറി. രണ്ടുപേരുടെ ഇൻകം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുടെ ഇൻകം കാണിക്കണം. നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ ഫാമിലി രണ്ടുപേർക്കും ജോലി ഉണ്ട് എന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റ് അപ്പൊ അങ്ങനെ രണ്ടുപേരുടെ ഇത് സാലറി സ്റ്റേറ്റ്മെന്റ്, ലീവ് ലെറ്റേഴ്സ്, എംപ്ലോയീസിന്റെ NOC, പിന്നെ വന്നിട്ട് നമ്മുടെ പാസ്പോർട്ട്, നോർമൽ ഡോക്യുമെന്റ് ആയ പാസ്പോർട്ട്, ഫോട്ടോ, നമ്മൾ പിന്നെ എവിടെയാണോ പോകുന്നത്. അപ്പം ഞാനിപ്പോ UK വന്നത് നമ്മുടെ അരുണിന്റെ അടുത്തോട്ടാണ്. അപ്പൊ അവരുടെ നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ കളക്ട് ചെയ്തിരുന്നു. ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടതാണോ? മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. അത് നല്ലൊരു നമ്മുടെ ഒരു പ്രൊഫൈൽ സ്ട്രോങ് ആക്കുകയാണ്. കാരണം നമ്മൾ ജസ്റ്റ് വന്ന് ഇവിടുന്ന് തിരിച്ചു പോകും. പ്രോപ്പറായിട്ടൊരു ഇൻവിറ്റേഷൻ നമുക്കുണ്ട്. അവരുടെ ടെനൻസി മീൻസ് അറിയാലോ, നമ്മുടെ ഫ്ലാറ്റ് അഗ്രിമെന്റ്, നമ്മൾ താമസിക്കാൻ പോകുന്ന അക്കോമഡേഷന്റെ ലിസ്റ്റ് എല്ലാം ആ ഒരു പ്രോപ്പർ ഇൻവിറ്റേഷൻ ലെറ്ററിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാനായിട്ടാണെങ്കിലും നമ്മൾ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിസ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ ലെറ്ററിനകത്ത് അവർ വന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത് ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ ഇത് ഇത്രയാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ ഇത് ദുബായിൽ എങ്ങനെയാണ്, എവിടെ പോയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതെന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതെ, അതായത് നമ്മൾ ഇത്ര ഡോക്യുമെന്റേഴ്സ് പറഞ്ഞത് ഇത്രയാണ് ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത് നമ്മൾ ഓൺലൈനിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് എംബസി ഫീസ് അടക്കണം, വിസ ഫീസ് അടക്കണം. വിസ ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം മെയിലിലേക്ക് വരും. നമ്മൾ ആ മെയിൽ പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് VFSന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു മെയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആ VFS നമ്മൾ എവിടെയാണോ സ്ലോട്ട് സെലക്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ UAE പറയുകയാണെങ്കിൽ അബുദാബിയിലും ഉണ്ട്, ദുബായിലും ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് ദുബായ് ആണ്. കാരണം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് ദുബായ് ആയതുകൊണ്ട് ദുബായിൽ വാഫി മാൾ എന്നുള്ള അവിടെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ എംബസിയുടെയും VFS വരുന്നത്. അപ്പം വാഫി മാളിൽ പോയി ആ അപ്പോയിന്റ്മെന്റ് എടുത്ത ഡേറ്റും ടൈമും, ഫസ്റ്റ് ഒരു ഡേറ്റ് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, ലേറ്റ് ആയിപ്പോയി. ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയപ്പോൾ നമ്മൾ ചെയ്തില്ല, സമ്മതിച്ചില്ല. രണ്ടാമത് അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്താണ്. പിന്നെ നെക്സ്റ്റ് ടൈമിലാണ് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കറക്റ്റ് സമയത്ത് തന്നെ പോകണം. ഇൻ കേസ് നമ്മൾ ഡിലേ ആയി പോയാൽ നമുക്ക് വീണ്ടും അത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ആ ഒരു വിസ കിട്ടാനുള്ള ആ ഒരു ടൈം പീരീഡ് ഡിലേ ആയി പോകും.
പിന്നെ നമ്മുടെ ജോലി ലീവ് എടുത്തിട്ടായിരിക്കുമല്ലോ പോവുക. അപ്പൊ അതൊരു പ്രോബ്ലം ആവുകയാണ്. കുട്ടികളുടെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ അതും പ്രോബ്ലമാണ്. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ മിസ്റ്റേക്ക് ഞങ്ങളുടെയാണ്, ലേറ്റ് ആയി പോയതാണ്. അപ്പൊ ഇനി ആൾക്കാരോട് പറയാനുള്ളത് പ്രോപ്പർ ടൈമിങ്ങിൽ സബ്മിഷൻ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഈ സെയിം കേസിൽ തന്നെ. അത് കഴിഞ്ഞു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത ഡേറ്റിൽ കൊണ്ട് പാസ്പോർട്ട് സബ്മിഷൻ ചെയ്യും. അവിടെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഫോട്ടോസ് എല്ലാം അവരെടുത്തിട്ട് അവര് പാസ്പോർട്ട് കീപ്പ് ചെയ്യും. പിന്നെ 18 to 12 to 18 days ആണ് അവർ പറയുന്നത് നോർമലി. അവിടെ തന്നെ 3-4 ഇതുണ്ട്. ചിലപ്പോൾ 24 days പോവാം, ചിലപ്പോൾ 1 month വരെ പോവാം. അതാണ് സ്റ്റാൻഡേർഡിന്റെ ടൈം പീരീഡ് പറയുന്നത്. അതിൽ തന്നെ മൂന്ന് ടൈപ്പ് സർവീസസ് ഉണ്ട് അവർക്ക്. സ്റ്റാൻഡേർഡ്, പ്രയോറിറ്റി, സൂപ്പർ പ്രയോറിറ്റി. സൂപ്പർ പ്രയോറിറ്റി അറിയാലോ, 24 hours കൊണ്ട് കിട്ടും. പ്രയോറിറ്റി ആണെങ്കിൽ 7 to 12 working days കൊണ്ട് കിട്ടും. പക്ഷെ അത് 7 to 12 എന്ന് പറഞ്ഞാലും മാക്സിമം 7 daysനുള്ളിൽ തന്നെ കിട്ടാറുണ്ട്. ഞാൻ നോർമലാണ് സബ്മിഷൻ ചെയ്തത്. ഞങ്ങൾക്ക് 17th day 18th day ആണ് ഞങ്ങൾക്ക് പാസ്പോർട്ട്. എല്ലാവരുടെയും പാസ്പോർട്ട് ഒരുമിച്ച് കിട്ടണമെന്നില്ല. ഞങ്ങളുടെ ഫാമിലി 3 പാസ്പോർട്ട് ഫസ്റ്റ് കിട്ടി. പിന്നെ ഇളയ കുട്ടിയുടെ 5 days കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രോപ്പർ ആയിട്ട് സെയിം ടൈമിൽ തന്നെ പാസ്പോർട്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടണമെന്നൊന്നും. അപ്പോ നമുക്ക് സെയിം ടൈമിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഫാദർ മന്തിന് കിട്ടുവാണെങ്കിൽ ഒബിയസ്ലി കുട്ടികൾക്കും കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട. പിന്നെ അത് മാത്രമല്ല, മൂത്ത കുട്ടിയുടെ പാസ്പോർട്ട് വന്ന സമയത്ത് അക്കമ്പനീഡ് ബൈ ഒന്നുകിൽ എന്റെ അല്ലെങ്കിൽ വൈഫിന്റെ പാസ്പോർട്ട് നമ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കുട്ടിക്ക് അക്കമ്പനീഡ് ആയിട്ട് ഈ ആരിൽ ഒരാളുണ്ടെങ്കിൽ വരാൻ പറ്റുമെന്ന്. ഒബിയസ്ലി നമ്മൾ ഉറപ്പിച്ചു ഒരു കുട്ടിക്ക് കിട്ടിയ സ്ഥിതിക്ക് മറ്റൊരാൾ കിട്ടുമെന്ന്. ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നേരെ ടിക്കറ്റ് എടുത്തു, ലീവൊക്കെ സെറ്റാക്കി ഇങ്ങോട്ട് പോയത്. ഓക്കെ. അപ്പൊ അനീഷേട്ടൻ, ഞാനിപ്പോ റീസെന്റ് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിലൻഡ് ട്രിപ്പ് പോയി, അതുകൂടാതെ തന്നെ US വിസ, പിന്നെ വേറെ ഏതൊക്കെയോ കൺട്രീസിന്റെ വിസ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അപ്പൊ ഇത്രയും കൺട്രീസിന്റെ വിസ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് UK വിസ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണോ, അല്ലെങ്കിൽ വേറെ കൺട്രീസിന്റെ കിട്ടാനുള്ള പോസിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എനിക്ക് പറയുകയാണെങ്കിൽ UAE കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് US വിസയാണ്. US വിസ ഉണ്ട്, കാനഡ വിസ, ന്യൂസിലാൻഡ് വിസ, UK വിസ, സൗദി വിസ, ഒമാൻ. ഇത്രയും കൺട്രീസിന്റെ വിസ ഉണ്ട്. അതിൽ US കാനഡ ഒഴിച്ച് ഇപ്പൊ ബാക്കി എനിക്ക് കിട്ടിയ ഓൾമോസ്റ്റ് അൽബാനിയ ഓൾസോ ഉണ്ട്. അതിൽ ഈ USA, കാനഡ, അൽബാനിയ ഒഴിച്ച് ബാക്കി ഇപ്പൊ എല്ലാ കൺട്രീസും ഞാൻ ഓൾറെഡി ട്രാവൽ ചെയ്തു. എന്ന് കരുതി ഇപ്പം US വിസ ഉള്ളത് കൊണ്ട് എല്ലാ കൺട്രീസും എനിക്ക് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഓസ്ട്രേലിയ വിസയ്ക്ക് വെച്ചതിന് ശേഷം എനിക്ക് അത് കിട്ടിയിട്ടില്ല. ഓസ്ട്രേലിയൻ വിസ റിജക്ഷനായി. അതെ, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഞാനും കൺവിൻസ് അല്ല. കാരണം ഇത്രയും കൺട്രീസിൻ്റെത് എല്ലാ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വെച്ചോ അതേ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് ഓസ്ട്രേലിയയും ഞാൻ വെച്ചത്. പക്ഷേ ബാഡ് ലക്ക്, അത് കിട്ടിയില്ല. പക്ഷേ ഫ്യൂച്ചർ അത് കിട്ടും. കാരണം അത് കിട്ടണം. അതിന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അത് എന്തെങ്കിലും അല്ല, നെക്സ്റ്റ് ഇയർ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ UK വിസിറ്റ് ഓൾസോ. പിന്നെ ഇവിടെ വന്നത് വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് US വിസ അപ്ലൈ ചെയ്തതിന് ശേഷം കുട്ടികൾക്കും വൈഫിനും വേണ്ടി ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു US വിസയ്ക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ല, ദുബായിലല്ല, ഞാൻ എടുത്ത സൗദിയിലാണ്. സൗദിയിൽ പോയി എടുത്ത അത് UAE US അപ്പോയിന്റ്മെന്റിന്റെ ഇന്റർവ്യൂവിന്റെ ടൈം പറയുന്നത് 1.5 വർഷമാണ്. അതായത് നമ്മളിപ്പോ ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ്, ഇന്റർവ്യൂ ഡേറ്റ് നെക്സ്റ്റ് ഇയർ. ഒരു വർഷത്തിന് മുകളിലുണ്ട്. അപ്പൊ 1 വർഷത്തിന് മുകളിലൊക്കെ നമ്മൾ കാത്തിരിക്കണം ഇന്റർവ്യൂ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് സൗദിയിലെടുത്തത്. സൗദിയിൽ ആ സമയത്ത് 7 daysനുള്ളിൽ തന്നെ നമുക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹോളിഡേസിന്റെ ഒക്കെ പ്രമാണിച്ച് കുറച്ച് ലീവ് ഒന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണക്ക് കൂട്ടി നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. കാരണം അത് അവിടെ നിന്ന് റെഫ്യൂസ് ചെയ്തു. എനിക്കല്ല, വൈഫിനും കുട്ടികൾക്കും. ഈ ഒരു നമ്മുടെ US വിസ റെഫ്യൂസൽ വരുന്ന സമയത്ത് അതില് മെയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവോ എന്തുകൊണ്ടാണ് റെഫ്യൂസ് ആയതെന്ന്? ഇല്ല, അങ്ങനെയല്ല. വേറെ ഒരു കൺട്രിയും പോലെ അല്ല US വിസയുടെ ഇന്റർവ്യൂ, US വിസയുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. കാരണം ഉള്ളി ഇന്റർവ്യൂവിന്റെ ബേസിലാണ് നമുക്ക് USന്റെ കിട്ടുന്നത്. ബാക്കി എല്ലാ കൺട്രീസിനും നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ്, എത്ര മാക്സിമം ഡോക്യുമെന്റ്സ് നമ്മൾ ഓൺലൈൻ സബ്മിഷൻ ചെയ്യാമോ ആ ഡോക്യുമെന്റിന്റെ പുറത്ത് കിട്ടുന്നതാണ്. ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ. അതേസമയം US സംബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു DS 160 എന്നൊരു ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. എംബസി ഫീസ് അടയ്ക്കുക,
നമ്മൾ ഇന്റർവ്യൂവിന് പോവുക. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് ബാലൻസ് അതൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് US വിസയ്ക്ക് അതൊന്നും ചോദിക്കത്തില്ല. ഇനിയിപ്പം 2 കോടി അല്ല 5 കോടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അവർ ഡോക്യുമെന്റ്സ് ചോദിക്കില്ല. നമുക്ക് അത് കാണിച്ചാലും അവർ നോക്കത്തില്ല. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ പറയുകയും അവരതിൽ കൺവിൻസ് ആവുകയും പിന്നെ ഒരുമാതിരിപ്പെട്ട എംബസി നമ്മൾ DS-160 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുന്നതാണ്. അത് ഒബിയസ്ലി അവർക്ക് കിട്ടും. അവർ ഈ പറയുന്ന പോലെ ഇത്ര വലിയ കൺട്രി അല്ലേ, ഇത്ര വലിയ കൺട്രി വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ തരുന്നതല്ല. അതനുസരിച്ചുള്ള വെരിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. നമ്മളെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി എംബസി ത്രൂ ആയിരിക്കാം. മേ ബി എങ്ങനെയാണ് പ്രോസസ് അറിയില്ല, പക്ഷെ അവരുടെ കയ്യിൽ എന്തായാലും അതിനുള്ള സോഴ്സ് ഓഫ് കാര്യം ഉണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞ അപ്പോ അനീഷേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു US വിസ സക്സസ്ഫുൾ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണോ? അതെ അതെ, ആ ഒരു സ്ഥലത്ത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തത്. ബാക്കി വേറെ എല്ലാ രാജ്യത്തും നമ്മളിപ്പം എത്രമാത്രം ഡോക്യുമെന്റ്സ് ആണ്, എന്തുമാത്രം നമ്മൾ ഹോം ഡൈസ് ആയാലും നമ്മുടെ നാട്ടിൽ ഹോം ഡൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺട്രിയിൽ പോയി തിരിച്ചു വരാൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഹോം കൺട്രിയിൽ നമ്മൾ തിരിച്ചു വരും. അവിടെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാദർ മദർ അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു ജോബ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമുക്ക് പ്രോപ്പർ ആണെന്ന് തോന്നുകയും മാത്രമേ അതിന് ഒരു വേർഡാണ് പറയുന്നത് ഹോം ഡൈസ് എന്ന്. ഹോം ഡൈസ് ഇല്ല എന്ന് കാണുമ്പോഴാണ് ടോട്ടലി അത് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരില്ല എന്ന് അവരൊരു കൺക്ലൂഷനിൽ എത്തുക. അവരെ വിചാരിക്കും നമ്മൾ ഇല്ലീഗലി സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ആണല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് അവർ കൺവിൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പറയും. ഒരേ ഒരു വിസയേ ഉള്ളൂ ഈ പറയുന്ന സെയിം ടൈമിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. US വിസയുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്രൂവൽ ആണെങ്കിൽ കൺഗ്രാജുലേഷൻ, യുവർ വിസ ഹാസ് ബീൻ അപ്രൂവ്ഡ്, വിത്തിൻ 5 to 10 days നമ്മുടെ പാസ്പോർട്ട് റിട്ടേൺ കിട്ടുമോ എന്നും പറഞ്ഞാണ് അവർ നമുക്ക് തരുന്നത്. റിജക്ഷൻ ആണെങ്കിലും സെയിം ടൈം പാസ്പോർട്ടും തരും. റിജക്ഷൻ ആയ ഒരു പേപ്പർ, സോറി നമുക്ക് ഇത്തവണ നിങ്ങൾക്ക് വിസ തരാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കുകയും ചെയ്യും. ബാക്കി എല്ലാ ഡോക്യുമെന്റും നമ്മളിവിടെ ഏത് കൺട്രി അപ്ലൈ ചെയ്താലും ഈ പറഞ്ഞ ഒരു ടൈം പീരീഡ് നമ്മൾ കാത്തിരിക്കണം. അപ്പൊ അന്ന് സൗദി പോയിട്ട് വൈഫിനും കുട്ടികൾക്കും അപ്രൂവ് ആയി കിട്ടിയായിരുന്നോ? ഇല്ല, അതാണ് അന്ന് അവിടെ റെഫ്യൂസൽ നടന്നു. അത് വളരെ ബാഡ് ലക്കില് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഇപ്രാവശ്യം UK വരാൻ കാരണം തന്നെ വന്ന് നമുക്കൊരു വെക്കേഷനും ആവും. ആ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു വൈഫിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഡേറ്റ് കിട്ടാൻ ഈസി ആയിരുന്നോ UK ട്രൈ ചെയ്തപ്പോ? UK 5 days മതിയായിരുന്നു. ഈ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 2.5 years വരും. നമ്മള് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ ഇന്റർവ്യൂവിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് പീരീഡ് ആണ് അവിടെയൊക്കെ. ലോങ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. ദുബായിലാണെങ്കിൽ അതിന്റെ 1 year കൂടുതലുണ്ട്. നാട്ടിലാണെങ്കിൽ 1.5 and 2 year ബിറ്റ്വീനിലുണ്ട്. ഇവിടെ സൗദിയിലാണെങ്കിൽ എനിക്ക് 7 days കിട്ടി, UK-ലാണെങ്കിൽ 5 days കിട്ടി. അപ്പൊ അത് 5 days കുറവായതുകൊണ്ടും നമ്മൾ യാത്ര ഇങ്ങോട്ടുള്ളത് കൊണ്ടും നമ്മൾ ആ ഡേറ്റ് നോക്കി ഞാൻ അത് ഫില്ല് ചെയ്തു, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, പേയ്മെന്റ് അടിച്ചു, ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അത് അറ്റൻഡ് ചെയ്തു. ദൈവഭാഗ്യത്തിൽ അത് കിട്ടി. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കത് പ്രശ്നമില്ല. അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തില്ല. അപ്പൊ അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുക? അത് ഫാദറിനും മദറിനും വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ DS-160 എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ഫാദർ മദറിന്റെ ഡോക്യുമെന്റ് സപ്പോർട്ട് വെച്ച് അവിടെ എമിറേറ്റ്സ് പോസ്റ്റ് എന്നാണ് എൻ്റെ സർവീസിന്റെ പേര്, അവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് റിട്ടേൺ കൊറിയർ ആയിട്ട് കിട്ടും. ഇന്റർവ്യൂ ഒന്നും ആവശ്യമില്ല. അപ്പോ അനീഷേട്ടൻ ഇപ്പോ റീസെന്റ് ന്യൂസിലാൻഡിൽ പോയില്ലേ? അപ്പൊ അവിടുത്തെ ഇമിഗ്രേഷനും UK-ൽ ഇപ്പൊ വന്നപ്പോ ഇവിടുത്തെ ഇമിഗ്രേഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് പറയാവോ? രണ്ടും വിസിറ്റ് ആയിരുന്നില്ലേ? രണ്ടും വിസിറ്റ്. UK വന്നത് ഫാമിലി ആയിട്ടായിരുന്നു. US-ൽ ഞാൻ സോളോ ട്രിപ്പ്, സോറി ന്യൂസിലാൻഡിലാണെങ്കിൽ സോളോ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഫാമിലി ആയിരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ പ്രോബ്ലം ഉണ്ടായില്ല. അതായത് UK-ൽ ഇമിഗ്രേഷൻ സ്മൂത്ത് ആയിരുന്നു. കാരണം ജസ്റ്റ് എവിടെ UK റെസിഡന്റ് ആണോ എന്ന് ചോദിച്ചു. നമ്മളല്ല, നമ്മൾ വിസിറ്റിലാണ്. എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. UAE-ലാണെന്ന് പറഞ്ഞു. പിന്നെ റിട്ടേൺ എന്നാണ്. പിന്നെ കുട്ടികളോട് ഇത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഇത്രയോട് ചോദിച്ചു. സ്മൂത്ത് ആയിട്ട് നമുക്ക് എൻട്രി തന്നു. അപ്പൊ ന്യൂസിലാൻഡിൽ എങ്ങനെയായിരുന്നു? ന്യൂസിലാൻഡിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ചോദ്യം ചോദിച്ചു. കാരണം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലെയൊക്കെ വലിയ വലിയ കൺട്രീസിൽ ഒബിയസ്ലി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. എല്ലാ കൺട്രിയിലും ചോദിക്കും. എസ്പെഷ്യലി ഈ വലിയ വലിയ കൺട്രികളിൽ കുറച്ച് അധികമായിരിക്കും ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ഇല്ലീഗലായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ നോക്കും എന്നുള്ളൊരു കാരണം കൊണ്ട്. അപ്പോൾ കുറെ അധികം ചോദ്യം ചോദിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞ റിപ്ലൈ എല്ലാം അവർ കൺവിൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻട്രി തന്നു. അനീഷേട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്തെ വിസ ഉണ്ട്.
അപ്പോൾ നമുക്ക് ഒരുപാട്, അതായത് വേറെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വേറെ UK US അങ്ങനെ കുറെ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വിസയൊക്കെ നമുക്ക് കിട്ടാനുള്ള, അതായത് അപ്രൂവ് ആയി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണോ? അങ്ങനെയും പറയാം. പക്ഷേ US വിസ അല്ലെങ്കിൽ കാനഡ വിസ ഉള്ളത് കൊണ്ട് എല്ലാം കിട്ടണമെന്നും ഉറപ്പില്ല. കാരണം അതിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം എനിക്ക് US വിസയും കാനഡ വിസയും എല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഓസ്ട്രേലിയ വിസ അപ്ലൈ ചെയ്തത്. ബാളിലൊക്കെ എനിക്കത് കിട്ടിയിട്ടില്ല, സ്റ്റേയിൽ കിട്ടിയിട്ടില്ല. ഇനി നെക്സ്റ്റ് അത് കിട്ടണം. അത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു രാജ്യമാണ് എന്ന് കരുതി അൽബേനിയ പോലുള്ള രാജ്യത്തൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് US വിസ എനിക്ക് ഉപകാരപ്പെട്ടു. UK യിലും എനിക്ക് തോന്നുന്നുണ്ട് അത്. കാരണം അങ്ങനെയുള്ള ചില കൺട്രീസ് US വിസ ഉണ്ടെങ്കിൽ ഏതാണ്ട് 85 കൺട്രീസിൽ നമുക്ക് ഓണറേബിളായിട്ട് കിട്ടുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അതൊരു മേ ബി കിട്ടുമായിരിക്കാം, പക്ഷെ അത് നമുക്ക് പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് പ്രൂവായിട്ടും പറയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കിട്ടാതിരിക്കാം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ UK വന്നിട്ട് ഇവിടെ അനീഷേട്ടൻ എങ്ങനെയാണ് UAE ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഡ്രൈവ് ചെയ്തതെന്നും എങ്ങനെയാണ് ഇവിടുത്തെ റോഡ് റൂൾസും കാര്യങ്ങളും ഇവിടെ എങ്ങനെയാണ് UAE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡ്രൈവിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ ഏത് സ്ഥലത്ത് ഡ്രൈവിംഗ് ചെയ്യണമെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ. കാരണം ഇന്ത്യയിലെ ഡിഫറെന്റ് ആണ് UAEയിലെയും UK ഡ്രൈവിംഗിന്റെ ലെഫ്റ്റും റൈറ്റും. UAE ആണെങ്കിൽ ലെഫ്റ്റ് ആണ്, UK ആണെങ്കിൽ നാട്ടിലെ പോലെ റൈറ്റ് ആണ്. റൈറ്റ് ആണെന്ന് കരുതി നാട്ടിലെ അതേ റൂൾസ് ഇവിടെ പാലിക്കാൻ പറ്റില്ല. കാരണം നാട്ടില് പിന്നെ റൂൾസേ ഫോളോ ചെയ്യാറില്ലല്ലോ. അതില്ല. പിന്നെ ഒരു ഇത് പറയാൻ തോന്നുന്നെങ്കിൽ ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെ ഹോണടി എന്നൊരു ഹോണില്ലേ, നാട്ടിലാണെങ്കിൽ കയറാൻ പറ്റൂല. നമ്മള് അത് ജസ്റ്റ് ഒന്ന് എടുക്കാൻ താമസിച്ച ഹോണടിയും എല്ലാം കൂടെ നമുക്ക് ആകെ കൺഫ്യൂസ് ആക്കിക്കളെ. ഇവിടെ പിന്നെ അങ്ങനെ സംഭവം കണ്ടില്ല. പക്ഷെ ആദ്യത്തെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ 1-2 മണിക്കൂർ ചെറിയതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ കുഴപ്പമൊന്നുമില്ല, നോർമലി തന്നെ. അപ്പോ UAE ലൈസൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാന് റെന്റ് കാർ എടുത്തതാണ്. റെന്റ് കാർ എടുത്ത സമയത്ത് നമ്മുടെ UAE ലൈസൻസ് തന്നെയാണ് എടുത്തത്. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ UAE അക്സെപ്റ്റഡ് ആണ്. UAE രാജ്യത്തെ ലൈസൻസ് ഇവിടെ അക്സെപ്റ്റഡ് ആണ്. ജസ്റ്റ് നമ്മൾ പേയ്മെന്റും പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡിന് അടയ്ക്കേണ്ടി വരും. പിന്നെ ലൈസൻസും കൊടുത്തു. അവരപ്പോൾ തന്നെ നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സിന്റെ പ്രോസസ്സർ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി റെഡി ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പൊ സ്പീഡ് ലിമിറ്റ് അങ്ങനെയൊക്കെ UAEയും UKയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? റൂൾസ് സ്പീഡിനകത്ത് എല്ലായിടത്തും ഒരുപാട് റൂൾസ് എല്ലാം സെയിം. ഓരോ സ്ഥലത്തും ഓരോ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ലണ്ടനിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നി. കാരണം അവിടെ എല്ലാം 20 മൈൽസ് 10-15 മൈൽസ് അങ്ങനെയൊക്കെ ഒരു കറക്റ്റ് ഒരു റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. കാരണം നമുക്ക് അവിടെ മിനിമം 60-80 മൈൽസ് നമുക്ക് ഓടിക്കാം. എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ റൂളും അലോഡാണ്. അവിടുന്ന് അത്രയും വർഷം, ഇപ്പൊ 8 വർഷമായി ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വർഷം കൊണ്ട് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് 20 മൈൽസിലേക്ക് അത് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ലണ്ടൻ ഭാഗത്ത് മാത്രം. ബാക്കിയെല്ലാം മോട്ടോർ വേ ആണെങ്കിലും കുഴപ്പമില്ല. അവിടെ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിരിക്കും മാക്സിമം മൈൽസ് എത്ര സ്പീഡ് എടുക്കാൻ പറ്റും. ഫോളോ അപ്പ് ചെയ്യാൻ മതിയാണ്. വലിയ ഈസി ആയിട്ട് തോന്നി. പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ പറഞ്ഞായിരുന്നല്ലോ അവിടെ കുട്ടികളും വൈഫും ഒക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈഫിന്റെ എന്താ പ്രൊഫഷൻ, അതൊക്കെ ഒന്ന് പറയാവോ? വൈഫ് നേഴ്സാണ് ബേസിക്കലി. അവിടെ 7 വർഷമായി. 2017 ലാസ്റ്റാണ് അവൾ വന്നത്. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തെയും പോലെ തന്നെ MOH എക്സാം ഉണ്ട്, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ എക്സാം ഉണ്ട്. അത് പാസ്സായി. അവൾ ഇവിടെ ഇപ്പോഴും അജ്മാനിലൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവിടെ 3 വർഷമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും കോസ്മോപൊളിറ്റൻ അജ്മാനിലെ സ്കൂളിൽ പഠിക്കുന്നു. ഇന്ത്യൻ നാഷണൽ അക്കാഡമിക് സ്കൂളാണ്. ഇന്ത്യൻ കരിക്കുലമാണ്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഫ്രീ അല്ല. രണ്ട് കുട്ടികൾക്കും കൂടെ അറൗണ്ട് 1,500 dirhams പെർ മന്ത് നമുക്ക് ഫീസ് വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും UKയിലെ എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് UKയിലെ. പിന്നെ അതാണ് ഒരു എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് നമുക്ക് പോകുന്നത് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ. 2 പേരല്ല 3-4 കുട്ടികളുള്ളതെങ്കിൽ അത് ഇച്ചിരി റിക്കവർ ചെയ്യാൻ പാടായിരിക്കും. കാരണം അത്രയും ഫീസാണല്ലോ. പിന്നെ ട്യൂഷൻ ഉള്ളവരാണെങ്കിൽ അത് അഡീഷണൽ. അപ്പൊ 2 പേരുടെ ഇൻകം കൊണ്ടൊക്കെ കുട്ടികളുടെ എഡ്യൂക്കേഷനും ഒക്കെ മീറ്റ് ചെയ്ത് പോവല് ഈസി ആണോ? പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കൂടി, റെന്റ് കൂടി. പിന്നെ
ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞ് പോകാനും പറ്റില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റും. അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മളെ പോലെ ഇപ്പം UK അല്ലെങ്കിൽ അതർ യൂറോപ്യൻ കൺട്രീസിൽ നിൽക്കുന്ന ആൾക്കാരും ഇങ്ങനെ ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. നമുക്ക് വേറെ വേറെ കൺട്രീസ് പോകണം, ചിലപ്പോൾ US പോകണം, അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അനീഷേട്ടൻ അവർക്കൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഞാൻ, അനീഷേട്ടൻ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ വിസ ചെയ്യുന്നുണ്ടോ? ശരിക്കും ചെയ്യാം നമുക്ക്. ഓക്കെ, കാരണം നമ്മുടെ പ്രൊഫഷൻ ആണല്ലോ ഇത്. ആർക്ക് വേണമെങ്കിലും. എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ പേര് വരിക? നമ്മുടെ സ്ഥാപനത്തിൽ അതെ, അത് റിയ അൽബഹർ ടൈപ്പിംഗ് ആൻഡ് ഡോക്യുമെന്റ് കോപ്പിംഗ് എന്നാണ് പേര്. ഷാർജ റോളയിലാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ്റെ തരത്തിലുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈവൻ ജസ്റ്റ് അവർക്ക് തന്നെ വേണമെങ്കിലും വെക്കാം. ഇപ്പം ഇവരിപ്പോൾ എല്ലാവരും പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്, പഠിച്ച ആൾക്കാരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ആർക്ക് വേണമെങ്കിലും വെക്കാം. പക്ഷേ ആൾക്കാർ വെക്കാത്ത കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ അത് അവരുടെ ആ ഒരു ആപ്ലിക്കേഷനെ ബാധിക്കുമെന്ന് കരുതി ഇപ്പം ഞാനും. ഓക്കെ, അപ്പൊ നമുക്ക് സെവറൽ ടൈംസ് നമ്മുടെ വിസ കിട്ടിയില്ലെങ്കിൽ, ഏതൊക്കെയോ കൺട്രീസിന്റെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഫുള്ളി ബാൻ ആണല്ലേ വരുന്നത്, നമ്മള് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്തില്ലെങ്കിൽ? ബാൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം വൺസ് റിജക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിസ്റ്റത്തിൽ അങ്ങനെ കിടക്കുമെന്നാണ് പറയുന്നത്. ഓരോ നമുക്കും അതിന് ഒരു ഇമിഗ്രേഷനായിട്ട് നമുക്ക് നേരിട്ട് ടൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. വൺസ് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്രൂവൽ ആവാൻ കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡോക്യുമെന്റ്, പ്രോപ്പർ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട്. എവിടെയെങ്കിലും റിഫ്യൂസ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് യെസ് തന്നെ കൊടുക്കണം. അല്ലാതെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതെല്ലാം അവർക്ക് റെക്കോർഡിക്കലി അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരിക്കലും നമ്മൾ കള്ളം പറയാതിരിക്കുക. ഇപ്പൊ ഇവന് റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് എസിന്റെ കോളം ആണെങ്കിൽ എസ് കൊടുക്കുക. അവിടെ ഒരു എക്സ്ട്രാ ഒരു കോളം നമുക്ക് ചോദിക്കും, എന്തുകൊണ്ട്, എന്ത് റീസണില്, ഏത് തരത്തിലാണ്, ഏതെങ്കിലും കണ്ട് ഡീപ്പോർട്ട് ആയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് റീസൺ. ഇപ്പം നമ്മുടെ മിസ്റ്റേക്ക് അല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മതി. അവർക്ക് അത് മനസ്സിലാക്കി അവർ തരുന്നതാണെങ്കിൽ അവർ തരും. പക്ഷെ നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ മിസ്റ്റേക്ക് മാത്രമല്ല, നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകാതിരിക്കുക. അതാണ് മെയിൻ. ഇപ്പൊ ആർക്കെങ്കിലും സ്വന്തമായിട്ട് വെക്കുന്നതിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഈവൻ ജസ്റ്റ് ഡൗട്ടാണ്, എന്നോട് എന്നെ വിളിച്ച് ചോദിക്കുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ റിപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഈവൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അനീഷേട്ടനെ വിളിച്ച് ഏത് സമയത്ത് ചോദിച്ചാലും അനീഷേട്ടൻ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഓക്കെയാണ്. അനീഷേട്ടൻ ഈ സോളിസിറ്റേഴ്സുമായിട്ടൊക്കെ എന്തെങ്കിലും കോണ്ടാക്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പം ഇപ്പൊ ഏത് കൺട്രിയിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗ്രൂപ്പ് ഓഫ് ടീമിന്റെ അടുത്ത് ചേർന്ന് നമ്മൾക്ക് ഇപ്പൊ നമുക്കറിയാത്തത് അവിടെ ചോദിക്കും, അവർക്കറിയാത്തത് നമ്മോട് ചോദിക്കും. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സോളിസിറ്റേഴ്സിന്റെ നമ്മുടെ ലിസ്റ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അപ്പം നമുക്ക് അവർക്ക് പറ്റാത്ത യു എ സംബന്ധിച്ച് എന്ത് ഡൗട്ട് അവർക്ക് പറ്റിയ അവർക്ക് വന്നാലും അവർ എന്നെ ഹെൽപ്പ് ചെയ്യും. അതർ കൺട്രീസിൽ എനിക്ക് എന്തെങ്കിലും അർജന്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളൊരു കോൺടാക്ട് ലിസ്റ്റിൽ കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അപ്പൊ അനീഷേട്ടന് UAE എല്ലാ റൂളും അറിയാം, UAE ഫുൾ ഡോക്യുമെന്റേഷനും ഓക്കെ ആണ് അല്ലേ? 15 വർഷമായി. 15 വർഷത്തില് ഇതുവരെ കുഴപ്പമില്ലാതെ ഈ നിമിഷം വരെ പോകുന്നുണ്ട്. അത് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ. ഗോഡ് ബ്ലസ്. ഇതുവരെയ്ക്കും അനീഷേട്ടൻ ഏതൊക്കെ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയാവോ? ഞാൻ 8 കൺട്രീസ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയുകയാണെങ്കിൽ മലേഷ്യ, ഒമാൻ, സൗദി, UAE, UK, അർമേനിയ, ജോർജിയ, ന്യൂസിലാൻഡ്. ഞാൻ അടുത്തതാണ് മെയിൻ ഓസ്ട്രേലിയക്ക് പോകണമെന്നാണ് അടുത്തതായിട്ട്. അത് കഴിഞ്ഞ് US പോകണം. അങ്ങനെ 1-2 ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് ടൈം നമ്മുടെ ഓസ്ട്രേലിയൻ വിസ അപ്രൂവ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അതുകൂടാതെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് അനീഷേട്ടന് എന്തൊക്കെയാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനീഷേട്ടനെ എനി ടൈം കോൺടാക്ട് ചെയ്യാൻ, അതൊന്ന് പറയാവോ? വ്യൂവേഴ്സിന്റെ അടുത്താണ്. ഈവൻ ഇഫ് സിംഗിൾ ഡൗട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സ്വന്തമായി വെക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്ത് കാര്യത്തിനും കുഴപ്പമില്ല. എന്ത് ഡൗട്ടാണെങ്കിലും എന്നെ വിളിക്കാം, എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. എനി ടൈം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് കോളോ നോർമൽ കോളോ എന്ത് തരത്തിലായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എനി ടൈം നമുക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോടാണ്, എന്തെങ്കിലും വിസ വെക്കുന്ന സമയത്ത് ഏതൊരു കൺട്രീൻ്റെ ആയിക്കോട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനീഷേട്ടനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനീഷേട്ടനെ വിളിക്കുമ്പോൾ അനീഷേട്ടൻ അത് ഫുൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും, ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അനീഷേട്ടൻ്റെ ആഗ്രഹം പോലെ കുറേയും കൺട്രീസും എസ്പെഷ്യലി ഓസ്ട്രേലിയൻ വിസ നെക്സ്റ്റ് ടൈം അപ്രൂവ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി. ആൻഡ് താങ്ക്സ് ടു all our viewers for watching and supporting our videos. Bye bye from AJ Fam.